പാർത്ഥൻ, ഈ സുരേഷ് ഗോപിക്ക് എന്താ സുരേഷ് ഗോപിയോട് എന്താ മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും വൈരാഗ്യം? മറ്റാരോടും കാണിക്കാത്ത ഒരു ചിറ്റമ്മ നയം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക തൊട്ടുകൂടായ്മ, ഒരു വെറുപ്പ്, അല്ലേ? ഒരു 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 വളരെ മോശം പെരുമാറ്റമാണ് സുരേഷ് ഗോപിയോട് കാണിക്കുന്നത്. എന്നാൽ അതേസമയം സുരേഷ് ഗോപിയേക്കാൾ നീചമായി ഇപ്പോൾ ഇവർ പറയുന്ന സുരേഷ് ഗോപി കുഴപ്പക്കാരനാണെങ്കിൽ ആ കുഴപ്പത്തെ മുൻനിർത്തി അതിനേക്കാൾ വലിയ കുഴപ്പം കാണിച്ച CPMകാരോടും മറ്റുമൊക്കെ വളരെ മൃദു സമീപനമാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് മാധ്യമപ്രവർത്തകരുടെ നിലപാട്. എന്താ ഇത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താൻ കാരണം? പക്ഷേ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ തൃശ്ശൂരിൽ ജയിച്ചതിന് ശേഷം, തൃശ്ശൂരിൽ ജയിക്കുമെന്ന് ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ തൃശ്ശൂരിൽ ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിയെ മുഖ്യ ശത്രുവാക്കി മാറ്റുന്ന ചില നിലപാടുകളാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും സ്വീകരിക്കുന്നത്. മാധ്യമ മുതലാളിമാർക്ക് അത്തരത്തിലൊരു നയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട്, പല ആളുകളുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗം ആളുകൾ, അവർക്കൊക്കെ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കാം, പക്ഷേ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഒരു MBA ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാർത്ഥൻ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവും. തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങളാണ് സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്നത്. വാർത്തകളിലൂടെ ആക്രമിക്കുക, സുരേഷ് ഗോപിയെ നാണം കെടുത്തുക, സുരേഷ് ഗോപിയുടെ ഒരു എന്താ പറയുക ജനകീയ ജനങ്ങൾക്ക് സുരേഷ് ഗോപിയോടുള്ള സ്നേഹം, ഒരു സ്വീകാര്യത, അതൊക്കെ ഇല്ലാതാക്കുക, സുരേഷ് ഗോപിയോടുള്ള ആരാധന നശിപ്പിക്കുക. അങ്ങനെ മനഃപൂർവ്വം പെരുമാറുന്നതായിട്ടാണ് പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പറഞ്ഞു അല്ല, അതിൽ പ്രശാന്തേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം മനഃപൂർവ്വം അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഉപരിയായിട്ട് ഈ മനുഷ്യനെ എത്രത്തോളം ഉപദ്രവിക്കാമെന്നതിലൊരു പഠനം ഇവർ നടത്തുന്നതോടൊപ്പം ഈ ചില മാധ്യമ പ്രവർത്തകർക്കുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രശസ്തനാവാൻ, ഒന്ന് മാധ്യമങ്ങളിൽ ഒന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കപ്പെടാൻ, ഞാനൊരു മാധ്യമ പ്രവർത്തകനായി ഇവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഏറ്റവും നല്ലത് സുരേഷ് ഗോപിയുടെ പേര് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരമായി മാധ്യമപ്രവർത്തകരുടെ പരാതി വരിക, മാധ്യമപ്രവർത്തകരുടെ ഒരു കോഴിക്കോട് നിന്നൊരു പരാതി വന്നു, അത് വലിയ വിഷയമായി. അതിനുശേഷം ഒരു തൃശ്ശൂരിൽ ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെ സുരേഷ് ഗോപി തട്ടിക്കയറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ സമയത്തും KUWJ പത്രപ്രവർത്തക യൂണിയനും പ്രതിഷേധിച്ചു. ഈ സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധിക്കാൻ മാത്രമാണ് പത്രപ്രവർത്തക യൂണിയൻ ഉള്ളത്. തിരിച്ച് മറുവശം കൂടി പറയാം. ഡൽഹിയിൽ വെച്ച് സുരേഷ് ഗോപിക്കെതിരെ വളരെ മോശം ആംഗ്യം കാണിക്കുകയും സുരേഷ് ഗോപിയെ എന്താ പറയാ പുറകിൽ നിന്ന് കുത്തും, അതെ അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകൻ, മീഡിയ അതെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരു കുറ്റബോധവും അക്കാര്യത്തിൽ ഇത് നമ്മൾ ചെയ്തത് തെറ്റായിപ്പോ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം സാമൂഹിക പ്രതിബദ്ധത ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ട, പെരുമാറേണ്ട ഒരു കൂട്ടരാണ് മാധ്യമപ്രവർത്തകർ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിന്റെ 4ാമത്തെ തൂണാണ് നമ്മൾ. ആ തൂണ് തന്നെ ഈ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ പെരുമാറുമ്പോൾ അത് വലിയ കഷ്ടമാണ്. കാരണം മീഡിയ വണ്ണിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകനാണ് അത്തരത്തിൽ പെരുമാറിയത്. അന്ന് അങ്ങനെ ഒരു ആംഗ്യം കാണിക്കുമ്പോൾ, കുത്തുമെന്നുള്ള ഒരു MBA ഒരു ജനപ്രതിനിധിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുമ്പോൾ അതിനെതിരെ പറയാൻ പത്രപ്രവർത്തക യൂണിയന് നാവുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതിലൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ പറഞ്ഞു വിലക്കേണ്ടതായിരുന്നു. അത് ആ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞു എന്നുള്ളതിലുപരിയായിട്ട് ഒരു മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല. അത് സോഷ്യൽ മീഡിയയിൽ വലിയ എതിർപ്പുണ്ടായപ്പോൾ അയാൾക്ക് മനസ്സിലായത് അപകടമാണ്. ഒരു പക്ഷേ എനിക്കെതിരെ വലിയ ശക്തമായ ജനരോഷം വരും, ഒരു നിയമ നടപടി വന്നേക്കാം. കാരണം ഒരു MP ഒക്കെയാണ്. അപ്പോൾ നാളെ പോലീസ് കേസൊക്കെ വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിലെ ഒരു മാപ്പ് പറഞ്ഞ് തടിയൂരുകയായിരുന്നു. അതെ, തുടക്കത്തിലെ മാപ്പ് പറഞ്ഞ് അങ്ങനെ തടിയൂരി ഇല്ലായിരുന്നു, വലിയ വിഷയമാകുമായിരുന്നു. വിഷയം എന്ന് പറഞ്ഞാൽ BJP പ്രവർത്തകർ തന്നെ രോക്ഷാകുലരായി രംഗത്തിറങ്ങേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇന്നലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട അലക്സ മുഹമ്മദിന്റെ 24-ലെ മാധ്യമപ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ വരുന്നു. എന്നെ സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി. എന്ത് കാര്യത്തിലാണ്? മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കിരാതം എന്നാണ് അദ്ദേഹം ആ വഖഫ് നിയമത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ കിരാതൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അതിന് മുരളീധരനും ബാലനടക്കമുള്ള CPMന്റെ നേതാവ് ബാലനടക്കമുള്ള AK ബാലനടക്കമുള്ള ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു. ഈ കമന്റിൽ ഒരു മറുപടി പ്രതികരണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രതികരണം സുരേഷ് ഗോപിയുടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമപ്രവർത്തകർ പോകുന്നത്. ആദ്യം ഇദ്ദേഹത്തോട് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിപ്പോകാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ഈ അലക്സ മുഹമ്മദ് നേരെ അദ്ദേഹത്തിന് തൊട്ട് മുന്നിലായിട്ട് വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ ഈ മുരളീധരൻ്റെ ഒരു സംസാരമുണ്ടല്ലോ, ഈ കിരാതം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിലെന്താണ് അങ്ങയുടെ അഭിപ്രായം എന്ന് പറയുന്ന സമയത്ത്
അദ്ദേഹം ആ കാര്യത്തിൽ എന്താണ് വളരെ ഒരു മാന്യതയുള്ള മറുപടി, ഞാൻ അത് കൃത്യമായി പഠിച്ചിട്ട് നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മാധ്യമപ്രവർത്തകനെ അദ്ദേഹം ഉള്ളിലേക്ക് വിളിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് വിളിപ്പിച്ചു, ശരിയാണ്. ഒരു MP ഒരു മാധ്യമപ്രവർത്തകനോട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തെ ഉള്ളിലേക്ക് വിളിപ്പിക്കാം, പേഴ്സണലായി സംസാരിക്കണം. അത് എന്താണ് ചോദിച്ചത്? നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടോ? അപ്പോൾ ആ പുള്ളിക്കാരൻ പറയുന്നു, ഞാനൊരു മന്ത്രി എന്ന നിലയിൽ താങ്കൾ നടത്തിയ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റായി തോന്നിയത് എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ കാര്യത്തിൽ തെറ്റായെന്ന് തോന്നിയിട്ടില്ല, ഞാൻ മറ്റേയാൾ പറഞ്ഞതിൻ്റെ പ്രതികരണമാണ് എടുക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അയാൾ പറഞ്ഞതിൻ്റെ പ്രതികരണമാണെങ്കിൽ എനിക്ക് പറയാൻ സൗകര്യമില്ല, ഞാനത് പറയേണ്ടിടത്ത് പറയാം, എനിക്ക് ആ കാര്യത്തിൽ അത് പറയേണ്ട ആളുകളോട് ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നിട്ട് ഒരു ടാർഗറ്റോട് കൂടി ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, വളരെ അദ്ദേഹത്തിന് ആ ലൈവിൽ വളരെ കൃത്യമായി അദ്ദേഹത്തോട് നാവിൽ നിന്ന് വീണുപോയൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി വളരെ ചിരിച്ച് കളിച്ചുകൊണ്ട് ആണ് സംസാരിച്ചതെങ്കിലും, ഒരു തമാശ രൂപത്തിലാണ് സംസാരിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞത് പാർലമെന്റിൽ വെച്ച് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. വളരെ ഗൗരവത്തോടെ, അതെ, ഗൗരവത്തോടെയാണ്. പാർലമെന്റിൽ വെച്ച് കാണിച്ചു തരാം, ഗൗരവമുള്ള മറുപടിയാണ്, പാർലമെന്റിൽ വെച്ച് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചിരിച്ചു കളിച്ചാണ് എന്നോട് സംസാരിച്ചതെങ്കിലും ഈ പാർലമെന്റിൽ വെച്ച് കാണിച്ചു തരാമെന്നതിൽ ഒരു ഭീഷണി എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് സാമാന്യം അരിഭക്ഷണം കഴിക്കുന്ന ഒരാളെ ഞാനിപ്പോൾ പ്രശാന്ത് ഏട്ടനെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ പ്രശാന്ത് ഏട്ടനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഇതിനെ മറുപടി ഞാൻ പാർലമെന്റിൽ വെച്ച് കാണിച്ചു, അല്ലെ നിയമസഭയിൽ വെച്ച് കാണിച്ചു, റോഡിലോട്ട് ഇറങ്ങ്, എന്നല്ലേ പറയാ, നീ നിന്റെ കല്ലിന്റെ മുട്ട ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് പാർലമെന്റിൽ വെച്ച് കാണിച്ചു തരാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യത്തിന്, മുരളീധരൻ പറഞ്ഞ കാര്യത്തിന് ഇതിന്റെയൊക്കെ ഉത്തരം ഞാൻ പാർലമെന്റിൽ കാണിച്ചു തരാം. അത് ബില്ല് പാസ്സാകുന്നതോടുകൂടി മുനമ്പത്തെ പാവപ്പെട്ട കുടിയിറക്ക് ഭീഷണിയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ വേദന ഞാൻ പാർലമെന്റിൽ വെച്ച് പറയുന്നത്, അതിന്റെ മറുപടി ഞാൻ അവിടെ തരാമെന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ അകത്തേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. അവർ പറയുന്നത് എന്താ? കാണിച്ചു തരാം എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഈ പാർലമെന്റിൽ എന്നുള്ള വാക്ക് പോലും ഇവർ ഉപയോഗിക്കുന്നില്ല, എല്ലാ മാധ്യമങ്ങളും അതെടുത്തിട്ട് അലക്കി. ഇവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ പുറകിൽ, സുരേഷ് ഗോപിയുടെ ഒരു വാക്ക് കേട്ടാൽ പോലും ആളുകൾ കൃത്യമായി അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കും. അത് വെച്ചുകൊണ്ട് ഒരു വിവാദം വെറുതെ ഉണ്ടാക്കിയെടുത്ത് വെറുതെ അതിലൊരു കാരണക്കാരനായി സുരേഷ് ഗോപിയെ പ്രതിഷ്ഠിച്ച് അദ്ദേഹത്തെ മോശക്കാരനാക്കാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തും, അതുവഴി പ്രശസ്തനാകാനുള്ള ചില ആളുകളുടെ ശ്രമം മറ്റൊരു ഭാഗത്തും നടക്കുകയാണ്. ഇത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഗൺമാൻ ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇയാൾ പറഞ്ഞത്രേ, ഇത് ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഞാനും വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. സുരേഷ് ഗോപിക്ക് മോശം എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ഈ വീഡിയോയിൽ ഇത് പകർത്തുമോ? ഈ വീഡിയോയിൽ ഇത് പകർത്തില്ല. അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്ന രംഗമാണെങ്കിൽ അത് വീഡിയോയിൽ പകർത്തുമോ? സാമാന്യം മര്യാദ അല്ലെങ്കിൽ ബോധമുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ലേ പ്രശാന്ത് ഏട്ടാ? അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോ മനഃപൂർവ്വം സുരേഷ് ഗോപിയെ തേജോവധം ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങിയിരിക്കുക. ഒപ്പം അങ്ങനെ ഞാൻ സുരേഷ് ഗോപിയെ വെല്ലുവിളിച്ചു, സുരേഷ് ഗോപിയെ വരുതിക്ക് നിർത്തി, സുരേഷ് ഗോപിയെ മുട്ടുമടക്കിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് പൊങ്ങാൻ ചില മാധ്യമപ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലൊന്നായിട്ടാണ് എനിക്കിതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകരെ പട്ടിയോട് ഉപമിച്ച, തെരുവ് നായ്ക്കളോട് ഉപമിച്ച NN കൃഷ്ണദാസിനെതിരെ എന്താണ് മാധ്യമപ്രവർത്തകരുടെ നിലപാട്? അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ്? ഒരു അനക്കവും ഉണ്ടായില്ല. അന്ന് മാത്രമല്ല, ഞാൻ അറിഞ്ഞത് ഈ കൃഷ്ണദാസിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ തയ്യാറായപ്പോൾ CPM അനുഭാവികളായ മറ്റൊരു കൂട്ടം മാധ്യമപ്രവർത്തകർ അവരെ തെരുവിൽ നേരിടും എന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് അവർ ഒരു പ്രകടനം നടത്താൻ നിശ്ചയിച്ചപ്പോൾ റോഡിലിറങ്ങി CPM-നോ കൃഷ്ണദാസിനോ എതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകാല് തല്ലിയൊടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് എനിക്ക് വിവരം ലഭിച്ചത്. ഞാനൊരു KUWJ മെമ്പറാണ്. നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പ്രതിഷേധിക്കാനും നമുക്ക് പ്രതിഷേധം അറിയിക്കാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അതൊന്നും ആരുടെയും കുത്തകയല്ല. അങ്ങനെ എൻ്റെ മുട്ടുകാല് തല്ലിയൊടിക്കാൻ ആരെങ്കിലും വന്നാൽ അത് നേരിടാൻ എനിക്കറിയാം. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കടുത്ത ഇരട്ടത്താപ്പാണ്. വളരെ ക്രൂരമായ ഒരു നിലപാടാണ് സുരേഷ് ഗോപിക്കെതിരെ ഉള്ളത്. അദ്ദേഹം ഒരു BJP-കാരനായതുകൊണ്ടും ഒരു സിനിമാ നടനായതുകൊണ്ടും ഇന്നിപ്പോൾ ഇവരുടെ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട്
കേന്ദ്ര സഹമന്ത്രി ആയതും രുചിക്കാത്ത, ഇഷ്ടപ്പെടാത്ത, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ മാധ്യമങ്ങൾക്കുള്ളിലും ഉണ്ട് എന്ന് പറയേണ്ടി വരുന്നത് വളരെ സങ്കടകരമാണ്. അത് ഈ കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർക്ക് ഒരു നട്ടെല്ലിന് ബലമുള്ള ചില മാധ്യമപ്രവർത്തകർ ഒഴികെ ആരും ഒരു വാട്സപ്പിൽ ഒരു പ്രതിഷേധ സ്റ്റാറ്റസ് ഇടാൻ പോലും തയ്യാറായില്ല എന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. മാത്രമല്ല കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ഒരു മാപ്പും പറയില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലെ സൈബർ അണികളും എല്ലാം മാധ്യമങ്ങൾക്ക് ഇത് കിട്ടേണ്ടതാണ്, കിട്ടിയെങ്കിൽ നന്നായി പോയി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ നോക്കി നിന്ന മാധ്യമങ്ങളാണ് സുരേഷ് ഗോപിയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. സുരേഷ് ഗോപി വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് വെച്ച് സംസാരിക്കുക. സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പ്രശസ്തനാകാം, സുരേഷ് ഗോപിയെ ചൊറിഞ്ഞാൽ എനിക്കൊരു നല്ലൊരു പേര് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ കാണിക്കുന്നത് ഉളുപ്പില്ലായ്മയാണ് എന്നുള്ളത് തന്നെ പറയണം. മാത്രമല്ല കേരള പത്രപ്രവർത്തക യൂണിയനൊക്കെ ഇതിന്റെ പേരിലൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാൾക്കെതിരെ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളോടൊക്കെ പുച്ഛം തോന്നും. പത്രപ്രവർത്തകരുടെ അപ്പോസ്തലനായ, പത്രപ്രവർത്തകരുടെ ഗോഡ്ഫാദറായ നമ്മുടെ സ്വദേശാഭിമാനിയുടെ വീട് തകർന്ന് തരിപ്പണമായപ്പോൾ അത് ഏറ്റെടുക്കാനും സംരക്ഷിക്കാനും മുന്നോട്ട് വന്ന ആള് സുരേഷ് ഗോപി. വേറെ ആരെയും കണ്ടില്ല. അദ്ദേഹമാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് ആ കെട്ടിടം നെയ്യാറ്റിൻകരയിൽ അദ്ദേഹത്തിന്റെ വീട് ഏറ്റെടുത്ത് പ്രസ് ക്ലബിനെ കൊണ്ട് സംരക്ഷിപ്പിക്കുന്നത്. പ്രസ് ക്ലബിലൂടെയാണ് ചെയ്തത്, അദ്ദേഹം സ്വന്തമായിട്ടല്ല ചെയ്തത്. പ്രസ് ക്ലബിന് പണം കൊടുത്ത് പ്രസ് ക്ലബിനെ കൊണ്ട് അത് ചെയ്യിക്കുകയായിരുന്നു. ഇത്രയൊക്കെ ചെയ്ത സുരേഷ് ഗോപിയോടാണ് നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഒന്ന് ഓർക്കണം. എനിക്ക് അവരോട് സൗമ്യമായിട്ട് പറയാനുള്ളത് മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് പറയുന്നതിനോടൊപ്പം സുരേഷ് ഗോപിയോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇത്തരം ആളുകളോട് എന്തെങ്കിലും തരത്തിൽ പോസിറ്റീവായി സംസാരിച്ചാൽ പോലും, നല്ലത് വെച്ച് സംസാരിച്ചാൽ പോലും ഇവർ ഇതിനെ വളച്ചൊടിക്കുമെന്നുള്ളത് പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ നിങ്ങളും അത് മനസ്സിലാക്കണം. ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇദ്ദേഹത്തിന് നേരെ ടാർഗറ്റോട് കൂടി നീങ്ങുകയാണ് എന്നുള്ളത് അദ്ദേഹവും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.